ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുകുന്ദനെ ജാമ്യം കിട്ടിയിട്ടും SI ദിലീപും പോലീസുകാരും കൂടി ചേർന്ന് മുകുന്ദനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ SI ദിലീപ് പറയുന്നുണ്ട്, സ്ഥലം പറയാൻ ഇപ്പൊ പറ്റില്ല, നീ നടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും ദീപ്തിയും വസുവും വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ അനിയനെ കൊണ്ട് സാറിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോ ദിലീപ് പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ ഇവനെ, ജാമ്യം കിട്ടിയിട്ടല്ലേ ഉള്ളൂ, എന്നാലും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ജാമ്യം കിട്ടിയ ആളെ സ്പോട്ടിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എവിടുത്തെ നിയമമാണ്, പരാജയം സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണോ നിയമത്തെ വയലേറ്റ് ചെയ്യാൻ നോക്കുന്നത്, നിയമം അറിയില്ലെങ്കിൽ സാർ ഈ തൊപ്പിയും ഊരി വെച്ച് മറ്റെന്തെങ്കിലും പണിക്ക് പോയിക്കോ എന്നൊക്കെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും രവി വക്കീലും കൂടി വരുന്നത്. ദിലീപ് എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഇവന്റെ ജാമ്യത്തിൽ കോടതി വിധി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, വിധി പകർപ്പ് വരട്ടെ എന്നിട്ട് ഇവനെ വിട്ടയക്കാമെന്ന് പറയാണ്. ദിലീപ് പറയുന്നതിനെല്ലാം തക്ക മറുപടി തന്നെ ദീപ്തിയും വസുവും കൊടുക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ അനിയനെ കൊണ്ട് ഇനി നിങ്ങൾ ഒരു അടി ചലിക്കില്ല, എന്റെ അനിയനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോ നിങ്ങൾ വലിയ ഷോ കാണിച്ചല്ലോ, ആ ഷോ ഇനിയും ഇവിടെ എടുത്താൽ താൻ വിവരം അറിയും എന്ന് അർച്ചന പറയുമ്പോഴാണ് അവിടെ വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും നിൽക്കുന്നത് കാണുന്നത്. അവരെ നോക്കിക്കൊണ്ട് തന്നെ അർച്ചന ദിലീപിനോട് വീണ്ടും പറയുന്നുണ്ട്, ഇവന് ജാമ്യം കിട്ടാതിരിക്കാൻ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം താൻ ചില വൃത്തികെട്ട കളികൾ കളിച്ചെന്നറിയാം, ജാമ്യം കിട്ടിയിട്ടും അത് തുടരാനാണ് ഭാവമെങ്കിൽ അത് നേരിടാൻ ഞങ്ങൾക്കറിയാം, കോടതിയിൽ നിന്നും വിധി വന്നപ്പോ തൊട്ട് മുകുന്ദനെ ഈ കേസിൽ നിന്ന് റിലീസ് ചെയ്തു കഴിഞ്ഞു, എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഇനിയും ഇവനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട, ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് പോലും ഇനി ഇവനെ കസ്റ്റഡിയിൽ വിട്ടുതരാൻ സാധ്യമല്ല, വിട്ടയക്ക എന്റെ അനിയനെ നിയമപരമായി നേരിടുകയാണെങ്കിൽ തന്റെ തൊപ്പിയെ പോവും എന്നെല്ലാം അർച്ചന വളരെ ദേഷ്യത്തോടെ പറയുമ്പോ ദിലീപാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കറിനെ നോക്കുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പോ മുകുന്ദനെ വിട്ടയക്കിയെന്ന് തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റു പോലീസുകാരോട് മുകുന്ദനെ വിടടോ എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് അർച്ചനയോട് പറയുന്നുണ്ട്, ഈ റിലീസ് താൽക്കാലികമാണെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇനിയും ഈ കള്ളക്കേസിന്റെ പേരിൽ ഇവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കളിച്ച ഒരു വക്കീലും തനിക്ക് കൂട്ടായിട്ടുണ്ടാവില്ല, അത് താൻ ഓർത്തോ എന്ന് പറയാണ്. പിന്നീട് ദിലീപ് അവിടെ നിന്നും പോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ നേരെ മുകുന്ദനെയും വിളിച്ചുകൊണ്ട് വിജയ് ശങ്കറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ദീപ്തി എന്നിട്ട് ജഗദീഷ് വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, വക്കീലെ വാദിച്ചു ജയിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കേസുണ്ടോ തന്റെ കയ്യിലെന്ന് ചോദിക്കുകയാണ്. ജഗദീഷ് വക്കീൽ ഇപ്പൊ പറയുന്നുണ്ട്, കേസായാൽ അങ്ങനെയാണ്, ചിലപ്പോ തോൽക്കും ചിലപ്പോ ജയിക്കും, ഇതെല്ലാം സാധാരണമാണെന്ന് പറയാണ്. വാസു അപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ തോറ്റു തന്നതാണോ, ശരിക്കും തോറ്റു തൊപ്പിയിട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ അർച്ചനയോട് പറയുന്നുണ്ട്, സ്വയം തിളങ്ങുന്നവര് ചുറ്റുപാടും വെളിച്ചമുണ്ടെന്ന് കരുതരുത്, അധികം തിളങ്ങിയാൽ കണ്ണു മഞ്ഞളിച്ച് ഇരുട്ടിൽ തപ്പി തടഞ്ഞു വീഴും, സൂക്ഷിച്ചോ എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഈ കേസിനുമായി ഞാൻ കോടതിയിലേക്ക് ഹാജരാകുന്നതിനു മുന്നേ നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ചിലപ്പോ എല്ലാം മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ല, ഒരു കഴുതയ്ക്ക് സിംഹം എതിരാളിയല്ല, നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിന് ഞാനൊട്ടും മാറ്റം വരുത്തുന്നില്ല, ഞാനും അത് തന്നെയാണ് പറയുന്നത്, ഒരു കഴുതയ്ക്ക് ഒരു സിംഹം എതിരാളിയെ അല്ല, തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസുകളിൽ മറ്റുള്ള വക്കീലുകളെ ബലിയാടാക്കുന്നത് ഇനിയെങ്കിലും വിജയ് ശങ്കർ വക്കീലിനെ നിർത്തിക്കൂടെ, പാട്ടുകാരെ മുഴുവൻ ഈ കേസിൽ ജയിലിലിടാമെന്ന സ്വപ്നം കണ്ട് ഇന്നലെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അതെനിക്കറിയാം, സ്വപ്നങ്ങളാണ് ഇന്ന് കോടതി മുറിയിൽ പൊലിഞ്ഞു പോയത്, ഇനി എന്തായാലും സാറിന് സ്വസ്ഥമായി ഉറങ്ങാം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന മുകുന്ദനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കറും ജഗദീഷ് വക്കീലൊക്കെ ആണെങ്കിൽ അർച്ചനയുടെ മുന്നിൽ ആകെ നാണം കെട്ട അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വിജയത്തിൽ അഹങ്കരിച്ച നിന്നെ പരാജയത്തിന്റെ രുചി ഞാൻ അറിയിച്ചിരിക്കും എന്നെല്ലാം മനസ്സിൽ അങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം രുക്കു ചന്ദ്രയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുകുന്ദന് ജാമ്യം കിട്ടി എന്നുള്ള കാര്യം ചന്ദ്രയെ അറിയിക്കുകയാണ്. ചന്ദ്ര ഇത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. നീ ഇതെന്താ പറയുന്നത്, മുകുന്ദന് ജാമ്യം കിട്ടിയോ? രുക്കു ഇത് ഫേക്ക് ന്യൂസ് അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, അല്ല ചേച്ചി സത്യമാണ്, മുകുന്ദേട്ടന് ജാമ്യം കിട്ടി എന്ന് രുക്കു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അപ്പോ വിജയേട്ടൻ ഈ കേസിൽ തോറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടിതെറ്റി വീഴുകയാണ്. വീഴുന്നതും അവിടെ ഒരു തൂണിൽ പോയി ചന്ദ്രയുടെ തലയിടിക്കുകയാണ്. ആകെ വേദനിച്ചുകൊണ്ട് ചന്ദ്ര നിലവിളിക്കുമ്പോ രുക്കു എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഒന്നുമില്ല രുക്കു, കോടതി വിധി കേട്ടപ്പോ അടിതെറ്റി വീണുപോയി, ഇതെങ്ങനെ സംഭവിച്ചു, അർച്ചന എങ്ങനെ
എന്താണ് ഈ കേസിൽ ജയിച്ചു, അവൾ എന്തായാലും വാദിച്ച് ജയിച്ചതൊന്നായിരിക്കില്ല, ആ ജഡ്ജിയെ സ്വാധീനിച്ചതായിരിക്കും. എന്നിട്ട് എന്താണ് ഈ വിവരം ഇത്രയും നേരമായിട്ട് വിജയേട്ടൻ എന്നെ വിളിച്ചു പറയാത്തതെന്നൊക്കെ ചന്ദ്ര അങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, കേസ് തോറ്റതിന്റെ നാണക്കേട് കൊണ്ടായിരിക്കും ഏട്ടൻ വിളിക്കാത്തത്. എന്തായാലും നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ ചേച്ചി. മുകുന്ദേട്ടന് ജാമ്യം കിട്ടിയതോടെ ഞാൻ കഷ്ടത്തിലാവുമല്ലോ. ആ മുക്കുപണ്ടങ്ങൾ എവിടെ നിന്നാണ് പോയതെന്ന് അർച്ചന ചേച്ചി തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്റെ നേർക്ക് വരില്ലേ, അതാണിപ്പോ എന്റെ പേടിയെന്നൊക്കെ രുക്കു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ആ കാര്യം നീ മിണ്ടി പോവരുത്. നീ ആ കുറ്റം ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. മഞ്ജുവിനെ കൊണ്ടല്ലേ നീ അത് കൊടുപ്പിച്ചത്, ആ കുറ്റം അവളുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്നെല്ലാം ചന്ദ്ര പറയുമ്പോഴേക്കും ഫോണ് കട്ടായി പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇത് അന്യായ ചതിയായി പോയല്ലോ, എങ്കിലും അവൾ എങ്ങനെ ജയിച്ചു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് അർച്ചനയും മുകുന്ദനും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ദിലീപിനെ കണ്ട് അർച്ചന സംസാരിക്കുന്നുണ്ട്, ജാമ്യം കിട്ടിയതിനു ശേഷം ഞാൻ ഇവനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലേ, ജാമ്യം നേടിയെടുത്തത് കൊണ്ട് എന്റെ ജോലി തീർന്നില്ലല്ലോ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, എന്റെ കക്ഷിയിൽ നിന്ന് നിങ്ങൾക്ക് പലതും അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നല്ലോ. അമ്പാട്ട് കുടുംബത്തെ മുഴുവൻ അകത്താക്കാനായിരുന്നല്ലോ നിങ്ങളുടെ പ്ലാൻ. ഇവനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തന്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഗൂഢാലോചന എവിടെ എപ്പോ നടന്നുവെന്ന് എനിക്കറിയാം. എന്തായാലും എന്റെ കക്ഷിക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട്. ഡാ മുകുന്ദ, നീ അത് കൊടുക്കുക അങ്ങോട്ട് സാറിന്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദൻ ആ പേപ്പർ എടുത്ത് ദിലീപിന് കൊടുക്കുകയാണ്. ദിലീപ് ആണെങ്കിൽ അത് വായിച്ചു നോക്കിക്കൊണ്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് വായിച്ചിട്ട് എന്താ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ ദിലീപ് പറയുന്നുണ്ട്, ഇതൊന്നും തരാൻ പറ്റില്ലെന്ന്. അർച്ചന അപ്പോൾ ഷൗട്ട് ചെയ്തുകൊണ്ട് ദിലീപിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തരാൻ പറ്റില്ല? എന്റെ അനിയനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും, കോടതിയിൽ ഹാജരാക്കി ജാമ്യം നിഷേധിക്കാൻ കഴിയും, നിരപരാധിയായ ഒരുത്തനെ മൃഗീയമായി തല്ലിച്ചതയ്ക്കാൻ പറ്റും. പിന്നെന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം തന്ന അപേക്ഷ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റാത്തത്? എന്റെ അനിയനെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് മുതൽ ഇവിടെ നിന്നും പുറത്തു കൊണ്ടുപോകുന്നത് വരെയുള്ള CCTV ഫുട്ടേജ് എനിക്ക് കിട്ടിയിരിക്കണം എന്ന് അർച്ചന പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, അതങ്ങനെ തരാനൊന്നും പറ്റില്ല, അതിന് ചില നിയമ തടസ്സങ്ങളുണ്ടെന്ന് പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന്. ദിലീപ് അപ്പൊ പറയുന്നുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന സമയത്ത് ഒരു പോക്സോ കേസിലെ അതിജീവിതയും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. ആ സമയത്തെ ഫുട്ടേജ് നിങ്ങൾക്ക് നൽകിയാൽ അവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്താവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ CCTV ഫുട്ടേജ് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നൊക്കെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ടെൻഷനോടെ ദിലീപ് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ഈ തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളൊന്നും പറയണ്ട, താനൊന്നും ഇനി ഒരു ചുക്കും ഞങ്ങളെ ചെയ്യില്ല, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കാണിക്കേ, അപ്പൊ നമുക്ക് നോക്കാം. CCTV ഫുട്ടേജ് തരുന്നതിൽ തനിക്ക് നിയമ തടസ്സമുണ്ടെങ്കിൽ ഞാനത് മാറ്റിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന തന്റെ ബാഗിലുള്ള ഒരു പേപ്പർ എടുത്ത് അത് ദിലീപിന് കൊടുക്കുകയാണ്. എന്നിട്ട് അത് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഇത് എന്റെ കക്ഷി മുകുന്ദനെ ആ CCTV ഫുട്ടേജ് കൈമാറാനുള്ള കോർട്ട് ഓർഡർ ആണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറയാനുണ്ടെങ്കിൽ അതെല്ലാം കോർട്ടിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണ് കരുതിയത്, ഒരുത്തനെ പോലീസ് ലോക്കപ്പിൽ ഇട്ട് തല്ലി ചതയ്ക്കാമെന്നോ? എനിക്ക് എന്തായാലും നാളെ രാവിലെ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. തന്നെ ഞാൻ അവിടെ വരുത്തുമെന്ന് പറഞ്ഞ് മുകുന്ദനെയും വിളിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ദിലീപ് ആണെങ്കിൽ ആകെ ടെൻഷനായി എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ അമ്പാട്ട് വീട്ടിൽ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചന ചേച്ചി ഉള്ളത് കൊണ്ടാണ് മുകുന്ദേട്ടന് ജാമ്യം കിട്ടിയതെന്നൊക്കെ വളരെ സന്തോഷത്തോടെ രമ്യ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ കേസിന്റെ കാര്യങ്ങളും അർച്ചനയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ഇതൊന്നും രുക്കുവിന് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അവസാനത്തെ 10 മിനിറ്റിലാണ് എല്ലാം മാറി മറിഞ്ഞത്, അവിടെയാണ് എനിക്ക് ഇവനെ രക്ഷിക്കാനുള്ള പിടിവള്ളി കിട്ടിയത് എന്ന് അർച്ചന പറയുമ്പോ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ പിന്നെ നിങ്ങളുടെ ഒരു പിടിവള്ളി, എന്റെ ഏട്ടൻ കേസ് വാദിക്കാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ ജയിച്ചു, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഇപ്പോൾ കരയുന്നത് കാണാമായിരുന്നു എന്നങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. വീണ്ടും ആ ഗോൾഡ് എങ്ങനെ മുക്കുവണ്ടമായി എന്നതിനെ കുറിച്ച് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും പോലീസുകാരെ കൊണ്ട് അത് കണ്ടുപിടിക്കണം, ആ മുക്കുവണ്ടം എങ്ങനെ വന്നെന്ന് അന്വേഷിക്കണമെന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്, ആ ഫിനാൻസ് കമ്പനി തന്നെയായിരിക്കും ഇതിന് പിന്നിൽ, അവരുടെ പിഴവ് കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത് എന്നൊക്കെ രുക്കു പറയുന്നുണ്ട്. അർച്ചന അപ്പൊ എല്ലാവരോടും കൂടി പറയാണ്, എന്തായാലും നടന്നത് ഒരു ചതിയാണ്, അതിനു പിന്നിൽ ആര് തന്നെയാണെങ്കിലും അധികം വൈകാതെ എല്ലാം തെളിയും, തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവരെ സംരക്ഷിക്കില്ല എന്നെല്ലാം അർച്ചന വളരെ ഉറച്ച തീരുമാനത്തിൽ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് രുക്കു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രുക്കു എന്നിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ്. ഫോൺ എടുത്തുകൊണ്ട് ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്ര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് രുക്കു കേസ് ജയിച്ചതിന്റെ
ഓണത്തിന്റെ ആഘോഷങ്ങളെല്ലാം അവിടെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചേച്ചി കളി കൈവിട്ട് പോകുന്ന ലക്ഷണമാണ്, എനിക്ക് നല്ല പേടിയുണ്ട്. അർച്ചന ചേച്ചി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് തെളിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. അവർക്കിപ്പോൾ എന്നെ സംശയമുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്ന് രുക്കു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അവൾക്ക് നിന്നെ സംശയം തോന്നാൻ എന്ത് തെളിവാണ് അവളുടെ കയ്യിലുള്ളത്? ആ ഫിനാൻസിന്റെ വക്കീല് വിജയേട്ടനാണ്. കേസിന്റെ വഴിക്ക് തന്നെ പോവും. തൽക്കാലം ഈ കാര്യത്തിൽ നീ ഒരു അഭിപ്രായവും പറയാൻ പോവണ്ട. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രുക്കു ആണെങ്കിൽ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചു എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് വിളിച്ചതെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേച്ചി വിളിച്ചതായിരുന്നു എന്നെ. അർച്ചന ചേച്ചി ജയിച്ചതിന്റെ രോക്ഷപ്രകടനമായിരുന്നു ചന്ദ്ര ചേച്ചി വിളിച്ച് എന്നെ അറിയിച്ചത്. മുകുന്ദേട്ടന് ജാമ്യം കിട്ടിയത് ചന്ദ്രേച്ചിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഞാൻ എന്തായാലും ചന്ദ്രേച്ചിക്ക് വയറ് നിറയെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവരിന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, എന്റെ ഏട്ടൻ അർച്ചനേച്ചിക്ക് ഒരു വിലയും കൊടുത്തിരുന്നില്ലല്ലോ. ഇന്ന് കോടതിയിൽ വെച്ച് എന്തായാലും അർച്ചനേച്ചിയുടെ വില എന്താണെന്ന് ഏട്ടൻ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴായിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടുള്ളതാണ് കോടതിയിൽ അർച്ചനേച്ചിയുമായിട്ട് ഏറ്റുമുട്ടാൻ പോവണ്ട എന്ന്. ഏട്ടൻ എന്റെ വാക്ക് കേൾക്കാതിരുന്നതിന്റെ ഫലമല്ലേ ഇന്ന് അനുഭവിച്ചത്. എന്തായാലും അനുഭവിക്കട്ടെ. ഇനി അർച്ചനേച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഏട്ടന് കഴിയില്ല എന്നെല്ലാം രുക്കു അങ്ങനെ പറയുകയാണ്. രുക്കുവിന്റെ ആ മനമാറ്റം കണ്ട് അച്ചു ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താണ് പെട്ടെന്നൊരു മാറ്റം, മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് രുക്കു. അപ്പോ ഒരു ചെറുചെറിയോടെ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ചു ആലോചിക്കുന്നത്, എന്താണ് ഇങ്ങനെ നോക്കുന്നത്, എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നൊക്കെ രുക്കു ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ശരിക്കും ഇങ്ങനെ ഒരു രുക്കുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ചേച്ചിയെ പറ്റി പറയുന്നത് നീ തന്നെയാണോ? ഇപ്പൊ ശരിക്കും നീ എന്റെ ചേച്ചിയുടെ ഫാനായി എന്ന് തോന്നുന്നു എന്ന് അച്ചു പറയുമ്പോ രുക്കു ആണെങ്കിൽ പറയുന്നുണ്ട്, കഴിവുള്ളവരെ അംഗീകരിക്കണം, അത്രേ ഞാനും ചെയ്തുള്ളൂ. ഞാൻ ശരിക്കും അർച്ചനേച്ചിയുടെ ഫാൻ ആയതല്ല, നീ നിന്റെ ചേച്ചിയുടെ ഫാൻ ആക്കി മാറ്റിയതാണ് എന്നെ. ഇപ്പോ നിന്റെ മുഖത്തൊരു പ്രകാശമുണ്ട്, അത് നിന്റെ ചേച്ചിയുടെ വിജയമാണെന്ന് എനിക്കറിയാം. ആ സന്തോഷമാണടാ എന്റെയും സന്തോഷം. എനിക്ക് ആ സന്തോഷം മതി, എനിക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ട് രുക്കു അച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. രുക്കുവിന്റെ മനസ്സ് മാറിയതിൽ അച്ചുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. രുക്കു ആണെങ്കിൽ ഇപ്പോഴും അർച്ചനയോടുള്ള ആ ദേഷ്യം അങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.